ടീന സ്വന്തം അടുക്കളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അപ്പം റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പം മാത്രമേ ഉള്ളൂ ഈ ചാനലിലൊന്നും. അല്ല, അന്ന് ഞാൻ കാണിച്ചത് തേങ്ങ അരയ്ക്കാതെയുള്ള അപ്പമായിരുന്നു. ഇന്ന് ഇതൊരു സ്പെഷ്യൽ അപ്പമാണ്. പറയുവാണെങ്കിൽ ഇത് ഷെഫ് പിള്ളയുടെ റെസിപ്പിയിലുള്ള അപ്പമാണ്. ഞാനിത് 2 പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ റെസിപ്പി ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പറയാതെ വയ്യ, ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കണം. അപ്പം ഞാനൊരു 4 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമുക്കത് അഥവാ മിക്സിയിലാണ് അരയ്ക്കുന്നതെങ്കിൽ വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. കാരണം മിക്സി ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് മാവ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ആദ്യം തന്നെ നമ്മുടെ കരിക്കിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ പീസസായിട്ടല്ല ഇടുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ആദ്യമേ ഞാനിങ്ങനെ ഇട്ടുപോയി, പിന്നെയാണ് ഞാൻ എടുത്ത് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങളിടുമ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇത് 2 കരിക്കിൻ്റെ ഉള്ളിലത്തെ ഭാഗമാണ്. അപ്പോൾ ഒത്തിരി തീരെ ടെൻഡറോ അല്ല, എന്നാൽ ഒത്തിരി കട്ടിയോ അല്ലാത്ത രീതിയിലുള്ള ടെൻഡർ കോക്കനട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ സൈഡ്സിലത്തെ ആ കട്ടിയുള്ള ഭാഗമൊന്നും വീഴാത്ത രീതിയിൽ വേണം നമ്മളിത് എടുക്കാൻ. അപ്പോൾ ചെറിയ പീസസായിട്ട് ആക്കിയിട്ട് നമ്മൾ കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ഈ കരിക്കിൻ്റെ ഉള്ളിലത്തെ ഭാഗവും വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നിത് അരച്ചെടുക്കണം. നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ ഇത് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ അരിയും കുറച്ച് ചോറും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് അരച്ചെടുക്കാം. പിന്നെ കരിക്ക് തന്നെ വേണമെന്നില്ല, നല്ല ടെൻഡറായിട്ടുള്ള നല്ല ഇളമനായിട്ടുള്ള തേങ്ങ ആണെങ്കിലും മതി ഇതിന്. ഇപ്പോൾ തേങ്ങ വെള്ളവും തേങ്ങയും കൂടി ചേർത്ത് ഇതേ റെസിപ്പിയിൽ നമുക്ക് ചെയ്യാം. അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കരിക്ക് ചേർക്കുന്നുണ്ട്, അതിൻ്റേതായ ഒരു ടേസ്റ്റ് അങ്ങനെ കുറച്ച് നല്ല ടേസ്റ്റാണ്. അതാണ് ഞാൻ കരിക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് നല്ല തേങ്ങ, നല്ല ഫ്രഷായിട്ട് ഫ്രിഡ്ജിലൊന്നും വെക്കാത്ത തേങ്ങ ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലോട്ടാണ് നമ്മളിനി ബാക്കി ആഡ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അരി അരച്ചതും പിന്നെ ചോറൊക്കെ അരച്ചതും ചേർക്കാൻ പോകുന്നത് ഇതിലോട്ടാണ്. പിന്നെ അത്യാവശ്യം വലിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്, കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ടിപ്പാണ്. അതിപ്പം ഇങ്ങനെ അരയ്ക്കുമ്പോഴല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈസ്റ്റൊക്കെ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം അരച്ച് വയ്ക്കുന്ന മാവ് പുളിച്ച് കഴിയുമ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. ഒരു തവിയോ എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം അരയ്ക്കുമ്പോൾ അത് ചേർക്കുമ്പോൾ അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻറ്റാണ്. ഇത് ഉപ്പ് ചേർക്കുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ പുളിച്ച മാവ് മാറ്റി വയ്ക്കാൻ. അപ്പോൾ അത് നമ്മൾ ചേർത്ത് ഈ തേങ്ങ അരച്ചതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ അരി അരയ്ക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു പകുതി ജാർ നിറയുന്ന പോലെയാണ് ഞാൻ അരി ചേർക്കുന്നത്. കാരണം ഒരുപാട് നമ്മൾ ചേർക്കുമ്പോൾ ചിലപ്പോൾ ലോഡ് കൂടുമ്പം മാവ് ചൂടാവാനുള്ള ചാൻസസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുന്നേയും. അതായത് നമ്മൾ കുതിർത്ത് വെക്കുന്ന അരി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആ തണുപ്പിൽ മിക്സി ചൂടായാലും മാവ് ചൂടാവത്തില്ല. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കും. പിന്നെ ഞാൻ വെള്ളം കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളമല്ല എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കും വെള്ളമാണ് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത്. കരിക്കും വെള്ളം തികഞ്ഞില്ലെങ്കിൽ മാത്രം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളം യൂസ് ചെയ്താൽ മതി. നമുക്കിതിങ്ങനെ 2-3 ബാച്ചസിലായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. അപ്പം അതിൽ ഞാൻ ചോറ് ചേർത്തിട്ടില്ല. അടുത്ത ബാച്ചിൽ ഞാൻ ചോറ് ചേർക്കുന്നുണ്ട്. ചോറ് ചേർക്കുമ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആവും, അപ്പം പൊങ്ങാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതിൽ ഫെർമെൻറ്റേഷന് നമ്മൾ ചേർക്കുന്ന. ഒന്ന് കുക്ക്ഡ് റൈസ്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ്. അപ്പം ഇനി നമുക്ക് ഇങ്ങനെ ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് നമുക്ക് ലാസ്റ്റിൽ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറും കൂടെ ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യും. അപ്പം നല്ല കഴുകി വൃത്തിയാക്കി കൈ കൊണ്ട് നന്നായിട്ട് ലാസ്റ്റിലൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്താലേ അപ്പം നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പം ഇങ്ങനെ ഞാൻ അരച്ചെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഷെഫ് പിള്ളയുടെ അപ്പം ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ
ഷെഫ് പിള്ളയുടെ ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ 2 പ്രാവശ്യം പോയി. അവിടുത്തെ അപ്പവും ഫിഷ് നിർവാണയും ടേസ്റ്റ് ചെയ്തു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഒരു ഇൻസ്പിറേഷൻ തോന്നിയിട്ടാണ് ഞാൻ ആളുടെ വീഡിയോസ് എല്ലാം ഒന്ന് നോക്കിയത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പോയൊന്ന് നോക്കി. അപ്പോഴാണ് ഞാനിത് ട്രൈ ചെയ്തത്. നിങ്ങളുമായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഞാനെല്ലാം അരച്ചു കഴിഞ്ഞു. ഞാൻ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു, അടച്ചു വെച്ചു. ഇനി നമുക്കിത് നാളെ രാവിലെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ മാവ് ഇവിടെ രാവിലെ പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ പൊങ്ങിയ മാവ് ഇച്ചിരി മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ലേശം ഉപ്പും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇത് ചുടാൻ പോകുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുന്നേ നമ്മളിത് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടോടെ അപ്പം ചുട്ട് നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ നല്ലൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അപ്പം ചുട്ടാലോ? അപ്പം ഞാൻ അപ്പം ചൂടോടെ ചുട്ട്, അപ്പോൾ ഇത് ലാസ്റ്റ് ടൈം ഞാൻ കാണിച്ചായിരുന്നു, പൂ പോലത്തെ അപ്പം. പിന്നെ ഏത് ഷേപ്പിലാണെങ്കിലും അപ്പം ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ തന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിലുണ്ട്. തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് അവിടെയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇതെൻ്റെ ഒരു ചെറിയ ട്രയലാണ്. ഷെഫ് പിള്ളയുടെ അപ്പം കഴിച്ച് നല്ല ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ ചെയ്തൊരു ട്രയലാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് നോ കമ്പാരിസൺ ടു ഷെഫ് പിള്ളൈസ് അപ്പം, അതും പറയണമല്ലോ. അപ്പം നമ്മളുടെ ഒരു എളിയ ട്രയലാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കീപ് വാച്ചിങ് മൈ വീഡിയോസ്. ഡു ലൈക്ക്, ഡു കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പം നിങ്ങൾ ബെൽ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കാണാം എൻ്റെ സ്റ്റൂ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഡു ട്രൈ ദിസ് റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് അത് വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ until next video, this is Tina signing off. Thank you for supporting.